ഇത് മറ്റേ വീഡിയോയിൽ പറയുന്നത് പൊളിറ്റിക്സും ഹാർഡ് കോർ സംഭവങ്ങളൊന്നുമല്ല. ഒരു ഫോട്ടോഗ്രാഫറെ പറ്റിയാണ്, ഫാഷൻ ഫോട്ടോഗ്രാഫർ. അദ്ദേഹം ഇറ്റാലിയനാണ്, 82 വയസ്സായിരുന്നു, ഇന്നലെ മരിച്ചുപോയി. 1942 അദ്ദേഹം ജനിച്ചത്. ഇത് ലോകത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു, ഫാഷൻ ഫോട്ടോഗ്രാഫർ. അപ്പം ആദ്യകാലത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് ഒലിവർ ടോസ്കാനി എന്നാണ്. അപ്പം ആദ്യകാലത്ത് ഇത് മിലാൻ എന്ന് പറഞ്ഞൊരു സിറ്റി ജനിച്ചിട്ട് സൂറിച്ച്, അതായത് അവിടെ ഉള്ള 1-2 ഫാഷൻ വീക്കിലിയിലാണ് ഇദ്ദേഹം ഫോട്ടോഗ്രാഫിയുമായിട്ട് പോയത്. ഇദ്ദേഹത്തിൻ്റെ പിതാവും അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറായിരുന്നു. എങ്ങനെയാണ് ഈ പറയുന്ന ഒലിവർ ടോസ്കാനി ഇത്രമാത്രം ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയത്? അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സാധാരണ ഫോട്ടോഗ്രാഫർ ചെയ്യുന്ന പരിപാടികളൊന്നുമല്ല പുള്ളി ചെയ്തത്. ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർ, അതാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകളും ഇതേപോലെ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു യുണീക്ക്നെസ് വേണം എപ്പോഴും. അപ്പോൾ ആ യുണീക്ക്നെസ്സാണ് പുള്ളി എൻ്റെ അത് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഈ എല്ലാവരും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. ഞാനൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ച എൻ്റെ യുണീക്ക്നെസ് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ നാഷണൽ ന്യൂസ് അതിൻ്റെ അനാലിസിസ് കൊണ്ടുവരണം. എല്ലാവരും പറഞ്ഞു ചെയ്യരുത്, കാരണം കേരളത്തിലെ മലയാളികൾ ഇത് കാണാൻ താല്പര്യമില്ല, ഭയങ്കരമായിട്ട് നിരുത്സാഹപ്പെടുത്തി. ഞാൻ ഉറച്ചു നിന്നു, കാരണം മലയാളികളും ഇന്ത്യക്കാരും ഗ്ലോബലായി. അപ്പോൾ അവർക്ക് വേൾഡ് വാർത്തയും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും ഡെവലപ്മെൻറ്റ് അറിയാൻ താല്പര്യമുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്ന നേറ്റീവ് കേരളത്തിലെ പൊളിറ്റിക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ തോട്ട്ഫുള്ളായിട്ടിട്ട്, എല്ലാവരും ഒരാൾ പോലും എന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. എല്ലാവരും പറഞ്ഞു നീ അത് ചെയ്യരുത്, തെറ്റാ, കോടയെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനപ്പം അല്ല, ഐ ഹാവ് ടു ഡു ലൈക്ക് ദിസ്. അപ്പം അതുകൊണ്ടാണ് അതിന് ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും റീച്ച് ഉണ്ടായി, ഇത്രയും വ്യൂസ് ഉണ്ടായി എൻ്റെ കാരണം. അപ്പം ഈ ടോസ്കാനിലോട്ട് വരാം. അദ്ദേഹം എന്താ ചെയ്തത്? നിങ്ങൾക്കറിയാവുന്നൊരു ബ്രാൻഡാണ് ബെനറ്റൻ. അവരുടെയാണ് യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെനറ്റൻ. അത് ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഒരു ചെറിയ സിറ്റിയിൽ നിന്ന് തുടങ്ങിയാണ്, ഗ്ലോബൽ ബ്രാൻഡാണ്. ഇതിനകത്താണ് പുള്ളി പരീക്ഷണം നടത്തിയത്. ആ മാനേജ്മെൻറ്റ് ഇയാളുടെ കൂടെ നിന്നു. എന്താണ് ചെയ്തത്? റേസിസം, അതായത് കറുത്ത വർഗം വെളുത്ത വർഗം, ഇതിനെപ്പറ്റി ഫോട്ടോഗ്രാഫി എടുത്തു. ഇതിനകത്ത് ആഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോകൾ ബെനറ്റൻ്റെ അകത്ത് യൂസ് ചെയ്യും. അതിനുശേഷം ഉണ്ടായ സംഭവം മനസ്സിലാക്കുക. ലോകത്തെല്ലാ ബ്രാൻഡുകളും, പോപ്പുലർ ബ്രാൻഡുകളും കറുത്ത വർഗ്ഗക്കാരെ മോഡലാക്കാൻ തുടങ്ങി. അതായത് റവല്യൂഷണറി ചേഞ്ച്. ഇനി അടുത്ത വേറെ സംഭവമുണ്ട്. പുള്ളിയുടെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ആഡുണ്ട്, ഒരു ഫോട്ടോയുണ്ട്. ഒരു പള്ളിയിൽ അച്ഛൻ കന്യാസ്ത്രീയെ ചുംബിക്കുന്നു. അതാ വേറിട്ടാ ചിന്തിക്കുന്ന പുള്ളി. അത് ഭയങ്കര ചർച്ചിലും വറ്റിക്കാനും, ഇറ്റാലിയനല്ലയോ, ഇതൊരു വലിയ സംഭവമായി മാറി ഗ്ലോബലായിട്ട്. പിന്നെ വേറൊരു സംഭവമുണ്ട് ഇയാൾ ചെയ്ത് വേറൊരു, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് എയ്ഡ്സ് വന്ന ഒരു പേഷ്യൻ്റ് അത് മരിക്കുന്ന ഒരു ചിത്രം. ഇതെല്ലാം ഈ പറയുന്ന ഈ ഗാർമെൻറ്റ്സുമായിട്ട് ബേസ് ചെയ്ത അതെടുത്ത്, അതും ഭയങ്കര ലോകത്ത് ഞെട്ടിപ്പോയി. എയ്ഡ്സ് വന്ന പേഷ്യൻറ്റും വിൽക്കുന്നത് ഗാർമെൻറ്റും. അത് യുണൈറ്റഡ് നേഷൻ്റെ ഇൻ്റർനാഷണൽ അവാർഡായി മേടിച്ചു കൊടുത്തു. അതേപോലെ എയ്ഡ്സ് വന്ന ഒരു പേഷ്യൻ്റ്, ഒരു സ്ത്രീയുടെ അവരുടെ ന്യൂഡ് പിക്ചർ. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് അയാൾ ചിന്തിച്ചു. പക്ഷെ മാനേജ്മെൻറ്റ് കൂടുന്നത് ഗ്ലോബലായിട്ട് വൈറലായിട്ട് മാറി. അതായത് വ്യത്യസ്തമായി ചിന്തിച്ചു, വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തു, വ്യത്യസ്തമായ ഒരു ലോകത്തെ സൃഷ്ടിച്ച് അവർക്കുണ്ടായി കൊടുത്തു. അതിനുശേഷം നിങ്ങൾ ഈ പ്രത്യേകിച്ച് ആഡ് മേക്കേഴ്സൊക്കെ ചെയ്യുന്ന സംഭവം എന്തുവാ? എല്ലാവരും സുന്ദരനും സുന്ദരികളും ആയിരിക്കണം. അത് മാറിയിട്ട് നിങ്ങളിപ്പം ഈ കൊമേഴ്ഷ്യൽ ആഡ്സിൻ്റെ അകത്ത് കാണുമ്പോൾ അതിനകത്ത് ഈ കറുത്ത മുഖവും വെളുത്ത മുഖവും സ്പാനിഷ് മുഖവും മറ്റുള്ള മുഖങ്ങളൊക്കെ വരാനുള്ള കാരണക്കാരൻ ഈ പറയുന്ന ഒലിവർ ടോസ്കാനിയാണ്. അപ്പോൾ എത്രമാത്രം ഒരു ക്രിയേറ്റീവ് ഇൻ്റലക്ച്വലായിരുന്നു ഈ മനുഷ്യൻ എന്ന് ആലോചിച്ച് നോക്ക്. അതായത് സോഷ്യൽ, അതിനകത്ത് റിഫോംസ് അയക്കാത്ത ആവശ്യമുണ്ടായിരുന്നു. കറുത്ത വർഗ്ഗക്കാരനെ മാറ്റി അതിൻ്റെ റേസിസവുമായി ബന്ധപ്പെട്ട് ഫോട്ടോ എടുക്കുന്നു. അതേപോലെ അസുഖം വന്നവർ, വിശപ്പ് വന്നവർ, പട്ടിണി കിടക്കുന്നവർ, അവരുടെയൊക്കെ ഫോട്ടോ എടുത്തു. വാറ്, കെടുതികൾ,
ആ ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ ബ്രാൻഡിലാക്കി. അതിന് ഗ്ലോബലായിട്ട് പരിവേഷം കിട്ടി. ഗ്ലോബലായിട്ട് ആൾക്കാരാദ്യം ഞെട്ടിയെങ്കിലും പിന്നീടത് ആക്സെപ്റ്റ് ചെയ്യും. അദ്ദേഹം ഇപ്പം ഇയാളുടെ പഴയ പല ഫോട്ടോഗ്രാഫ്സും ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാളുടെ ഫോട്ടോ എക്സിബിഷൻ ഡൽഹിയിൽ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്ററിൽ ഇയാൾ വന്നില്ല, അത് വേറെ ആരോ വന്നു, വേറൊരു ഗ്രൂപ്പാണ്. ഒരു എക്സിബിഷൻ ഞാനിത് പോയി കണ്ടതാണ് ഈ സംഭവം. കാരണം ബേസിക്കലി ഇയാൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ, മാഗസിൻ ഫോട്ടോഗ്രാഫറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇയാൾ ഫാഷൻ ഫോട്ടോഗ്രാഫിലോട്ട് പോയിട്ട് ഇതേപോലെ ബ്രാൻഡിൻ്റെ, അതായത് ബെനറ്റിനും, അതായത് അവരുടെയാണ് യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെനറ്റ്, അതിൻ്റെയാണ് പുള്ളിയാണ് പിന്നെ മുഴുവനും അത് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫി ആണെങ്കിലും ഈ സംഭവങ്ങൾ ചെയ്തിട്ട് ഇതിലൊരു സംഭവമാക്കി അങ്ങ് മാറ്റി. അതായത് ലോകത്തിൽ ഫോട്ടോഗ്രാഫിക്കകത്ത് ഈ പറയുന്ന സുന്ദരന് സുന്ദരിയല്ല, അവരുടെ ആവശ്യമില്ല, മറ്റുള്ളവരെ കൊണ്ടും ഇത് ചെയ്യാം. അതിനകത്ത് ലോകത്തിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങൾ അത് പ്രതിപാദിക്കാം. വാറുകൾ, ദുരിതങ്ങൾ, പട്ടിണി, അതേപോലെ തന്നെ ഈ അസുഖങ്ങൾ വരുന്നവർ, മരിക്കുന്നത്, ഈ സംഭവങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പം ലോകത്തെ പിടിച്ചു കുലുക്കിയ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നൊരു ഫോട്ടോഗ്രാഫറാണ് ഒലിവർ കാസ്കോണി. എല്ലാ രീതിയിലുമുള്ള പ്രണാമം. ഇപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ഇതേപോലെയുള്ള വീഡിയോകൾ വേണമെന്ന് കണ്ടൻറ്റ് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്.